നിന്ന് നിത്യമായി കൊടുക്കുന്നതിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവത്തിന്റെ മുദ്ര പാപപരിഹാരം നൽകുന്നതായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീകർക്കായി പാപപരിഹാരം ഇറങ്ങി വരുവാനേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോശത്തിനും ഞങ്ങളുടെ നിത്യ ദൈവമായി തിരുമുമ്പാകെയുമായി ശരീരങ്ങൾ അനുഭവിക്കുന്നു. ഇതിന്റെ ആരോഗ്യത്തെ അദൃശ്യമായി വളരെ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയൊരു നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും ഇവ അനുഭവിക്കുന്നവരുടെ മേലും ഇവയെ സംബന്ധിച്ചിട്ടുള്ളവരും പരിശ്രമിച്ച് സമർപ്പിക്കാതിരിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നോ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധമായ ശരീരം ഞങ്ങൾ പാനം ചെയ്തതായ പുണ്യപ്രദമായ നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷയ്ക്ക് പ്രതികാരത്തിന് കാരണമായി ഭവിക്കരുത്. എന്നാൽ ഞങ്ങളെല്ലാവരും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവതമ്പുരാനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങൾ
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭക്ഷണമായി ഭവിക്കുവാൻ സ്വർഗം ചായച്ചിറങ്ങി വന്ന് സ്വർഗീയാപ്പമാശിരാതമ്പുരാനെ നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായി ചാകാത്ത മുഴുവൻ കൂടുകളായി ഞങ്ങളെ ആക്കിയിരിക്കരുത്. ഞങ്ങളുടെ പരിശുദ്ധാത്മാവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാക്ഷണങ്ങളും അനുഗ്രഹങ്ങളും പരിശുദ്ധവും മഹനീയവുമായ ഈ തൃത്വത്തിന്റെ പിതയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്ന സമയത്ത് സമാധാനത്തോടെ ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരെ മരിച്ചു പോകുന്നത് കർത്താവിന്റെ വിദേശീയമായ ആലോചിക്കപ്പെട്ടു പരിശുദ്ധ മാമോദീസമായ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. വിശ്വാസികളായ പലർക്ക് ഊർസ്വരത്തെ ഭവനങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ പാപിയും ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കുവാൻ ഇടയായിട്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.
בשמותם, דנו, ודאו חיים פרמיסו, לחיים ולמון המרמים, אמן. താഴെ പ്രിയമുള്ളവരെ, വീണ്ടും പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് പ്രിയമുള്ള അമ്മയുടെ സാന്നിധ്യം, പ്രിയമുള്ളവരെ, അമ്മ ദൈവസന്നിധിയിൽ ഏറെ ശ്രേഷ്ഠമായ സ്ഥാനമാണുള്ളത്. സ്വർഗം തുറക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന പേര്, ദൈവം വിളിക്കുന്ന പേര് മറിയം എന്നാണ്. അത് നമ്മുടെ വിശുദ്ധ കുർബാന മധ്യസ്ഥമായി ആരംഭിക്കുമ്പോൾ മശിഹായുടെ സ്ഥാനത്തുള്ള പുരോഹിതനെ വിളിച്ചു പറയുന്നു, മറിയം ഏറ്റവും ആദ്യമേ സ്വർഗം തുറക്കുമ്പോൾ ആദ്യം ദൈവം വിളിക്കുന്ന പേര് മറിയം എന്നാണ്. അത്തരത്തോളം ശ്രേഷ്ഠമാണ് മറിയാമിന്റെ ദൈവസന്നിധിയിലുള്ള സ്ഥാനം. ആദ്യത്തെ തന്റെ മനസ്സിൽ സൃഷ്ടിച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് മാതാവിന്റെ കാലാവിന്റെ കല്യാണത്തിന് എഴുന്നള്ളിച്ചെന്ന് ആ ഭവനത്തില് വെള്ളത്തിൽ വീഞ്ഞാക്കിയ സംഭവം യേശുദമ്പുരാൻ പ്രവർത്തിച്ചത് അമ്മയുടെ പ്രാർത്ഥനയുടെ മാത്രമാണ്. അങ്ങനെ അമ്മയ്ക്ക് ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിലുള്ള സ്ഥാനം അമൂല്യമാണ്. വീണ്ടും യേശുദമ്പുരാൻ ഈ ലോകത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി കുരിശുമരണത്തിന് തയ്യാറായി. ആ കുരിശിന്റെ ചുവട്ടിൽ ഉറച്ചു നിന്നത് തന്റെ ബന്ധുവായ പുത്രനെ കാപാലികയിൽ യുദ്ധത്തിന് കണ്ടിട്ട് ആ കുരിശ് വിട്ടാതെ മാറി നിന്നത് പരിശുദ്ധ അമ്മയാണ്. ആ കുരിശിന്റെ ചുവട്ടിൽ അവസാന താന്റെ മകൻ മരണത്തെ പോകുന്നത് വരെയും ആ കുരിശിന്റെ ചുവട്ടിൽ ഉറച്ചു നിന്നത് പരിശുദ്ധ അമ്മയാണ്. വീണ്ടും നമ്മുടെ കർത്താവ് സർക്കാരോട് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടത് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിന് വേണ്ടി സെഖിയോന്മാരെങ്കിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ അധ്യക്ഷതയിൽ കൂടിയ ശിഷ്യന്മാരുടെ യോഗമാണ്. അതായത് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അത് അമ്മയുടെ അധ്യക്ഷതയിൽ മാത്രമാണ്. അതാണ് പ്രിയമുള്ളവരെ പറഞ്ഞത്, അമ്മയുടെ സ്ഥാനം ദൈവസന്നിധിയിൽ ദൈവരാജ്യത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അമ്മ തന്നെയാണ്. അതാണ് പ്രിയമുള്ളവരെ, പുതിയ നിയമചരിത്രത്തിൽ പുതിയ നിയമത്തിൽ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെ ഭൗതിക ശരീരം മാത്രമാണ്. നമ്മുടെ കർത്താവ് തന്റെ അമ്മ തനിക്ക് ജന്മം നൽകിയ ഈ ലോകരക്ഷിതാവിനെ പ്രയോഗിക്കപ്പെടുന്ന അമ്മയുടെ ഭൗതിക ശരീരം മണ്ണിൽ വിട്ടുകൊടുക്കില്ല. പുതിയ ദൈവത്തിൽ അമ്മയുടെ ഭൗതിക ശരീരം ശിഷ്യന്മാര് തന്ത്രത്തിൽ കബറടക്കിയിരിക്കുന്നു. ദൈവം തന്നെ മാലാഖമാരെ അയച്ചു അമ്മയുടെ ഭൗതിക ശരീരം മണ്ണിൽ നിന്നും എടുത്ത് ഓയാളിലൂടെ സ്വർഗത്തിൽ കൊണ്ടുപോയെങ്കിൽ അതേ പുതിയ നിയമ ചരിത്രത്തിൽ ഭൗതിക ശരീരം സ്വർഗത്തിൽ പ്രവേശിച്ചത് അമ്മയുടെ ഭൗതിക ശരീരം മാത്രമാണ്. അതാണ് ദൈവങ്ങളുടെ അമ്മയെ നടത്തിയോടെ വിളിച്ച് ഉപേക്ഷിക്കാനുള്ള കാരണം അമ്മയുടെ പ്രാർത്ഥന ദൈവസത്യത്തിലേറെ ശ്രേഷ്ഠമാണ്. ഞാനും നിങ്ങളുടെ കടന്നുപോയ അവസ്ഥയിലൂടെ അതിലുപരിയായിട്ട് കടന്നുപോയിട്ടുള്ള അമ്മയാണ് പരിശുദ്ധ മർത്തമറിയമാണ്. കാരണം ഇത്രയും ത്യാഗം അനുഷ്ഠിച്ച ഒരു സ്ത്രീ ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. തനിക്ക് വിവാഹത്തിൽ ചെയ്യപ്പെട്ടിരുന്ന പുരുഷൻ തന്നെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ആ സ്ത്രീ ഇതുമാത്രം വേദനിച്ച് കാണും. പ്രിയമുള്ളവരെ, കന്യക ഗർഭം ധരിച്ച യഹൂദ സമുദായം മുഴുവനും അവരെ കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷേ ആ കന്യകത്തിന് തയ്യാറായി. കല്ലെറിഞ്ഞെങ്കിൽ കൊല്ലട്ടെ, തന്നെ പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് എബ്രിയന്മാരുടെ വചനം പൂർണ്ണമായി അനുസരിക്കുവാൻ ആ കന്യക തയ്യാറായിരുന്നു. ആ കന്യക കടന്നുപോയ വിഷമം, കന്യക കടന്നുപോയ അഗ്നി പരീക്ഷണം, അത് ഞാനും നിങ്ങളെ കടന്നുപോയ പരീക്ഷണങ്ങളുടെ അപ്പുറത്താണ്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെ കന്യകമറിയാണ്. ഇത് നമ്മൾ പലരും അങ്ങനെയാണ്. ഡൈവോഴ്സിന്റെ പങ്കിലാണ്, സ്നേഹം കിട്ടുന്നില്ല, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. ആ
അമ്മയെ നോക്കിയാൽ മതി. ഞാൻ നിങ്ങളെ കടന്നുപോയ അവസ്ഥയിലേക്കാണ് ഉപരിയായി കടന്നുപോയ അമ്മയാണ് വീണ്ടും പ്രസവിക്കുവാൻ ഇടകിട്ടാണ് പ്രിയമുള്ളവരെല്ലാവരും പറഞ്ഞിരിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിക്കാതെ പ്രസവ സമയത്ത് ഉൾത്തൊട്ടിയിൽ പ്രസവിച്ച ഒരമ്മ ഏതമ്മമാർ ചെയ്യുന്നത് ആരോരും പരിഹരിക്കുവാനില്ലാതെ കടന്നുപോയൊരു അമ്മയാണ് പരിശുദ്ധമ്മ. ഒടുവിൽ താൻ പ്രസവിച്ച താൻ ഉപയോഗിക്കപ്പെടുന്ന തന്റെ പുത്രനെ കണ്ണിന്റെ മുമ്പിൽ കാപാലികൾ കൊല്ലുന്നത് കണ്ടുകൊണ്ട് നേരിൽ പറ്റ തള്ളയ്ക്ക് സഹിക്കാൻ പറ്റും. ഇതാണ് ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്. ഞാനും നിങ്ങളും കടന്നുപോയ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയത് കണ്ണുനീരിന്റെ വില അറിയാവുന്ന ഒരമ്മ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടന്നുപോയൊരമ്മ, ഭർത്താവ് ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച ഒരമ്മ, എല്ലാവരും കുറ്റപ്പെടുത്തിയ ഒരമ്മ, താൻ ഏറ്റവും സ്നേഹിച്ച തന്റെ പുത്രനെ കൊല്ലുന്നത് കണ്ടുകൊണ്ടിരുന്ന ഒരമ്മ. അത് ഈ അമ്മയെ പോലെ വിഷമത്തിലൂടെ കടന്നുപോയ അമ്മ ഈ ലോകത്തിലുണ്ടായിരുന്നില്ല. അതാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ അഭയത്തിന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അമ്മ കരുണയോടെ കാത്തു പരിപാലിക്കുന്നതിന്റെ കാരണം അതൊന്നും അമ്മയുടെ മകനായി മകളായി ജീവിക്കുവാൻ പറ്റുമെങ്കിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ ആരുമില്ലാത്ത അമ്മ നമ്മൾ ആരുമില്ലാത്ത അവസ്ഥയിൽ അമ്മയുടെ മകനായി മകളായി ജീവിക്കുവാൻ പറ്റുമെങ്കിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ അമ്മ കാണും. ഏതവസ്ഥയിലാണ്? മരണസമയത്ത് നമ്മളെന്തും പ്രാർത്ഥിക്കാറുണ്ട്. തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മരണം ഒരുപക്ഷെ അപ്രതീക്ഷിതമെങ്കിൽ ആറ്ററ്റായില്ലെങ്കിൽ ആരുമില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം വിറ്റ് തരുന്ന ആരോരുമില്ലെങ്കിലും അമ്മയുടെ മകനായ മകളായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ആര് കാണാൻ മരണ സമയത്ത് അമ്മ കാണും. നമ്മുടെ മരണം അപകട മരണമെങ്കിൽ ഒരു മണിയോടുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ മരണത്തിന്റെ സമയത്ത് അമ്മയുടെ മകനായ മകളായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ മരണമാണെങ്കിൽ ആര് കാണും? അമ്മ കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ മരണം ഐശ്വര്യത്തിലേക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒറ്റ ഒരു വിടയില്ലെങ്കിൽ അമ്മയുടെ മകനായ മകളായി ജീവിക്കാൻ പറ്റുമെങ്കിൽ ആ മരണമാളികയിൽ അമ്മ നമ്മളോടൊപ്പം ഉണ്ടാകും. ഇതാണ് മരണക്കാർ പറയുന്നത്. മരണസമയത്തൊപ്പം മുന്തിരിക്കത്തിന്റെ ഗന്ധങ്ങളുണ്ട്, അമ്മയുടെ സാന്നിധ്യമുണ്ട്. മരണത്തിന് അധികം നാട്ടിലുള്ള മരണക്കാർ അറിയുവാൻ കാരണങ്ങളാണ്. നമ്മുടെ പിതാക്കന്മാർ അവർ വിശ്വസിച്ചു മരണസമയത്ത് അമ്മയില്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അതെ, ഈ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കണ്ണുനീരോട് അമ്മയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, അനന്തർക്ക് ആശ്വാസം ലഭിക്കുവാൻ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന അതിന് കാരണമായി തീരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിലര് കൈമുട്ടി പ്രൊസഷനായി നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ചാപ്പയിലേക്ക് പ്രൊസഷനായി കടന്നുപോവുകയാണ്. എല്ലാവരെയും കൈമുട്ടി വിശുദ്ധ കുർബാനാനുഭവത്തിന് ശേഷം കൈമുട്ടി പുറത്തുകൊണ്ടിറങ്ങുന്നത് രണ്ട് ലൈനായി പ്രൊസഷനായി കടന്നുപോകുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിക്കണം. രണ്ടാമത് ഉറപ്പിക്കുവാനുള്ളത് നിങ്ങളുടെ നമ്മുടെ യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ഒന്നാം ശനിയാഴ്ച ഇനോക്ക് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന അനുഭവം നടക്കുന്നത്. ആദ്യ ശനിയാഴ്ച എല്ലാ ആദ്യ ശനിയാഴ്ചയും ഇനോക്ക് ദേവാലയത്തിലെ ചാപ്പലിൽ നമുക്ക് ആരാധനയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കുർബാന സ്പോൺസർ ചെയ്യാം. 12 മാസവും നിങ്ങൾ €100 നിങ്ങൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഈ നടക്കുന്ന 12 ഞായറാഴ്ചകളിൽ 12 ശനിയാഴ്ചകളിലും നിങ്ങളുടെ പേരിൽ വിശുദ്ധ കുർബാനയിൽ ഓർക്കപ്പെടുന്നതാണ്. ഏറ്റവും അനുഗ്രഹമാണ് €100 മാത്രമേ ഉള്ളൂ.
ഭക്ഷണത്തിന് വേണ്ടി കേന്ദ്രീകരിച്ചു. അതിൻ്റെ ലാഭം കിട്ടുന്നത് നമ്മുടെ വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ നമ്മുടെ ഉച്ചവരുടെ നഷ്ടപ്പെട്ട അവരെ കരുതുന്നതിന് അതിനെ സഹായിക്കുന്നതിന് ആ ഫണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ ഭക്ഷണത്തിന് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരെ സംഘടിപ്പിച്ചിരിക്കുന്ന ആ ഭക്ഷണത്തിന് പങ്കെടുക്കണമെന്ന് വളരെ ശ്രമിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രജാസനത്തിന്റെ ഫാമിലി കോൺഫറൻസ് 28-29 ശനി ഞായർ ദിവസങ്ങളിലായി നമ്മൾ നടത്തപ്പെടുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ ഒരു ആഗ്രഹം ഇതാണ്, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ കുടുംബങ്ങളും അതിൽ നമ്മുടെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്നതായ സൈക്കിൾ തീർത്ഥയാത്ര യൂത്ത് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ചിരുകാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ഓരോ ഇടവുകളിൽ നിന്നും സൈക്കിൾ യാത്രയിൽ പങ്കെടുത്ത എല്ലാ കൂടാതെ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ വയനാട്ടിലുണ്ടായ ആ ദുരിതത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഉച്ചഭക്ഷണം അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം നിങ്ങൾ അതിൻ്റെ ഓർഡറുകൾ കൊടുത്തിട്ടുള്ളത് മാത്രം അത് വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മുടെ അതാത് ഇടവകളിൽ ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിട്ടാണ് ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബുക്ക് ചെയ്തവർ മാത്രം ഭക്ഷണം വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പാർശ്വപരിപാടികളെ സംബന്ധിച്ച വിവിധ ദേശങ്ങളിലെ വിശ്വാസികളെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ മദ്രസ ഈ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുക്കുവാൻ സഹായിച്ച വിവിധ ദേവാലയങ്ങളുടെ ശുശ്രൂഷകരെ നന്ദിയോടെ ഓർക്കുന്നു.
ശരീരം